ട്രെയിലർ കാണാൻ പോവാണ്. ഫൈനലി വന്നിരിക്കുകയാണ്. കുറെ ആകാംക്ഷകളുണ്ട്. ഇപ്പൊ തന്നെ ഓഡിയോ ലോഞ്ച് സ്റ്റാർട്ട് ആയിട്ടൊന്നായിട്ട് നമ്മൾ ഓഡിയോ ലോഞ്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മള് എവിടെ കട്ട് ചെയ്ത് ആയിക്കോട്ട് കൊടുക്കും. എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയാം. കണ്ടിട്ട് പറയാം. ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. സമയമില്ല. വാട്സപ്പ് ഉണ്ടല്ലോ. ശ്രുതി ഉണ്ടോ? ശ്രുതിയാണ് പാടിയില്ല. ഫുൾ ടാറ്റു ഒക്കെ അടിച്ച് പാസൊക്കെ ഇട്ട് സങ്കടമുള്ള സീനാണ് നമുക്ക്. മെയിൻ റോളാണ്. முப்பது வருஷமா ஒருத்தன் ஆப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரியும். മ്യൂസിക്കിന് എന്തോ മാറ്റമുണ്ട്. നമ്മള് നേരത്തെ കേട്ട പുലിപ്പോർ ഹൗസ് അല്ല, എന്ത് ചെറിയ കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ ഓക്കെ. അല്ല ഒരു ത്രില്ല് കളയണ്ടേ? ത്രില്ല് പോണ്ട. അതിന്റെ സ്വാഗാണല്ലേ. എന്താ നിക്കറൊക്കെ ഇറങ്ങിയേക്കാണ്. ഓപ്പോസിറ്റാന്ന് തോന്നുന്നുണ്ടോ? சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். പറഞ്ഞേ ഫുള്ള് വയലൻസ് ആണോ? இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடு இருக்கு. എങ്ങനെയുണ്ട് സാധനം? കൊള്ളാം. സാധനം കൊള്ളാം. പൊളിച്ചല്ലേ? പൊളിച്ച്. സാധനം ഇത് വേറെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനമാണോ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ തരാൻ പാകത്തിനൊന്നും സാധനം ഇത് പുറത്തേക്ക് വിട്ടില്ല. അതിപ്പോ ഇത് പറഞ്ഞായിരുന്നു തന്നെ ഇതിലെന്താ ബ്ലഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് വയലൻസ്. സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്ത് വയലൻസ് മാത്രമേ ഉള്ളൂ സാധനത്തിന്. ഇതിന്റെ അത് കാസ്റ്റിനെ പോലും മൊത്തത്തില് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലോകേഷ്. അമീർ ഖാൻ അവരൊക്കെ ഉണ്ടെന്നുള്ള. പക്ഷെ കുറെ സീനുകൾ ഉണ്ടായിരുന്ന ലിയോല മറ്റേ ക്ലൈമാക്സ് ഫൈറ്റില് അതേ കുറെ സീനുകളുണ്ട് ഇതിനകത്ത്. ലോക്കിയാണന്റെ ആണല്ലോ. ഇതില് എന്തായാലും സാധനം സ്കോർ ചെയ്ത് നിൽക്കുന്നത് മിക്കവാറും അനിയുടെ സാധനമായിരിക്കും. സൗബിനായാലും അനിയുടെ മ്യൂസിക് അനിയുടെ പിന്നെ എല്ലാ പടത്തിലും അഭിഷേകം നടനേക്കാളും ഒരു ശരിക്കും പറഞ്ഞ ഒരു മെയിൻ റോള് ശരിക്കും എനിക്കുണ്ട്. അതിപ്പോ ഏത് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, പുള്ളി പടം ചെയ്ത് കഴിഞ്ഞ് നേരെ എനിക്ക് കൊടുക്കും, ബാക്കി അനി നോക്കിയിട്ട് ഇതുണ്ട് സാധനം. എന്തായാലും സംഭവം കൂടിയായി.
മറ്റേ ആക്ടേഴ്സ് രമ്യ പറഞ്ഞൊരു എന്താ പ്രായമായാലും അഴകും സ്റ്റൈലും അതെ. സാധനം സാധാരണ ഈ അടുത്ത് വന്ന പടങ്ങളെക്കാളും കുറച്ചും കൂടെ യങ്ങും എനർജറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരുപാട് ആക്ഷൻ സീനുകളൊന്നും അണ്ണന്റെ ഭാഗത്തുനിന്ന് കാണിക്കില്ല, പക്ഷെ കാണിച്ചതൊക്കെ പക്ക സാധനങ്ങൾ. എനിക്ക് വേറെ ഒന്നേ ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു സ്പോയിലർ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ മമ്മൂക്കയും രജനീകാന്തിനും കൂടെ ഉള്ള ഒരു പടത്തിന്റെ ഇതുപോലെയാണെന്നോ ഏതാ പടത്തിന്റെ പേര് പറഞ്ഞ തളപതിയാണ്. തളപതി അതുപോലെ ഉണ്ടെന്ന്, അതായത് ലോക്കി പറഞ്ഞാണ് രജനി പടം കണ്ടു, പടം കണ്ടിട്ട് പുള്ളിക്ക് കറക്റ്റ് ഒരു തളപതി ഫീല് കിട്ടിയെന്നാണ് ലോക്കി എടുത്ത് പറഞ്ഞത്. എനിക്ക് കണ്ടിട്ട് ലാസ്റ്റത്തെ സാധനം കണ്ടിട്ട് മറ്റേ ഭാഷയില് ഒരു നടന്നു. പക്ഷെ എനിക്ക് ഭാഷയില് മറ്റേ ഓട്ടോ ഡ്രൈവറായിട്ട് അറിഞ്ഞിട്ടും ഇതിലിപ്പോ കൂലിക്കാരനായിട്ട് നിന്നിട്ട് ഒരു ചേഞ്ച് അങ്ങനെ എന്തോ ഒരു ലാസ്റ്റത്തെ ഷോട്ട് ഭാഷയിൽ എടുത്ത് തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനം. അപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു എന്തോ 30 വർഷത്തെ കാര്യമൊക്കെ പറയണ്ടല്ലോ. 30 വർഷം ഇല്ലാഞ്ഞിട്ട് എന്നിട്ട് കൂലിക്കാരനായിട്ട് ചിലപ്പോ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് വന്നിട്ട് പിന്നെ നമ്മുടെ ലിയോല ആ ഒരു സീൻ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീൻ കാണുമ്പോ ഉറപ്പാണ് പുള്ളി പണ്ടെന്തോ ആയിരുന്നു. അതിപ്പോ ലിയോ കൈദി അതെ പാസ്റ്റിൽ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളെ മാറിയിട്ട് ഇപ്പോ അതെ അതെ ഏതിലും പിന്നെ കുറച്ചു കാലത്തേക്ക് സമാധാനമായിട്ട് ജീവിക്കും, ആരെങ്കിലും കടന്നു വരാം, പ്രശ്നം ഉണ്ടാക്കും, പഴയ ക്യാരക്ടറിലേക്ക് കിടക്കും. പിന്നെ തിരിച്ചു എനിക്ക് ഇതിന്റെ അകത്ത് ഒരു സീൻ പറയണ്ട, അവര് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് വിസിലടിക്കുന്ന സീനില്ലേ, അണ്ണന്റെ ഫ്രണ്ടിന് ആർക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശ്രുതിഹാസൻ സത്യരാജന്റെ മോളാണ്. സത്യരാജനാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. സൂപ്പർ സ്റ്റാറിന്റെ എനിക്ക് തോന്നുന്നു ശ്രുതിഹാസൻ ഇതൊരു ഡോക്ടറോ നേഴ്സോ അങ്ങനെ എന്തോ റോളാണ്. കാരണം 3 ഷോട്ട് ഡിഫറെന്റ് കോസ്റ്റ്യൂം ഡിഫറൻസ് ആണെങ്കിലും ഒരേ സാധനം തന്നെയാണ്. അപ്പൊ കൊണ്ട് പോവാ അങ്ങനെയുള്ള സാധനം അറിഞ്ഞത്. എന്തായാലും 14 തീയതി കാണണം. ഓക്കെ കാണണം. ഓക്കെ അപ്പൊ നമുക്ക് കാണാം. നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം. ബൈ ബൈ.